ഇന്നൊരു സിമ്പിളായിട്ടുള്ള തോരനോ ഉപ്പേരിയെന്നോ മെഴുക്ക് വരട്ടിയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. ഉണ്ടാക്കി വന്നപ്പോൾ ഇതാ ഇത്ര തന്നെ ഉണ്ടായുള്ളൂ, വളരെ കുറഞ്ഞ ഐറ്റം ആയിപ്പോയി. അതിനായിട്ട് ആദ്യം എടുത്ത് പീച്ചിങ്ങയാണ്. ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഞാൻ പീച്ചിങ് വെച്ചിട്ടൊരു ഡിഷ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. ഞാൻ ഈ സാധനം കാണുമ്പോൾ എന്തോ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നാത്തതുകൊണ്ട് ഇതുവരെ വാങ്ങിയിട്ടില്ല. ഒരു പ്രാവശ്യം വാങ്ങിയിട്ട് അതുകൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കാൻ നോക്കി പക്കാ ഫ്ലോപ്പായിപ്പോയതോടുകൂടി ഞാൻ ഇതിനോട് വാങ്ങിക്കുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആയപ്പോൾ പുറത്ത് പോയപ്പോൾ ഹസ്ബൻഡ് വരുമ്പോൾ അങ്ങനെ ഒരു പീച്ചിങ്ങയൊക്കെ വാങ്ങിയിട്ട് വന്നു. എന്നാൽ പിന്നെ ഇനി പീച്ചിങ്ങ ഉണ്ടാക്കില്ല എന്ന് വേണ്ട വെച്ചത് അതിൻ്റെ തോലൊക്കെ കുറച്ച് പീലറും അതല്ലാതെയൊക്കെ കൂടി എങ്ങനെയൊക്കെയോ ക്ലീൻ ചെയ്തെടുത്തു. വേസ്റ്റാണ് ഏറ്റവും കൂടുതൽ ഇതിനായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതാ ഉള്ളത്തെ വേസ്റ്റും കൂടി കളഞ്ഞ് അത് കഴിഞ്ഞത് പടവലങ്ങിയ കരിയെന്ന മാതിരി കുനുകുനോന്ന് അങ്ങോട്ട് ഞാൻ എരിഞ്ഞെടുത്തു കേട്ടോ. ചെറുതായി എരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ചീഞ്ചട്ടി വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷമാണ് ഈ പീച്ചിങ്ങ മുറിച്ചത് ഇട്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇത് എല്ലാവരും ചുങ്ങെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതിന് നല്ലോണം വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. പിന്നെ ഈ അടച്ചങ്ങോട്ട് വെച്ച് ചെറുതീയിൽ വെച്ചു. അപ്പോൾ ഇനി ഇത് പീച്ചിങ്ങ ചുരുങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് തേങ്ങയും ഒരു പച്ചമുളകിനെ പീസ് ചെയ്തിട്ടതും ഒരു 3 ചുവന്നുള്ളി കുറച്ച് കറിവേപ്പിലയും കൂടി ചതച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും ഈ ചതച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ സംഭവം വെന്ത് വന്നു കേട്ടോ. വെന്ത് വന്നപ്പോൾ ഞാൻ ഇത് കുഴഞ്ഞൊന്നും പോയില്ലല്ലോ എന്ന് അതിന് ഒരു സ്പൂണിട്ട് ഇളക്കിയതോടുകൂടി ഇതാ മൊത്തത്തെ കുഴഞ്ഞു പോയി. അതിലേക്ക് ഈ ചതച്ച് വെച്ച തേങ്ങയും കൂടി ഇട്ടു. മുഴുവനായിട്ട് ഇടേണ്ടി വന്നില്ല കേട്ടോ. അതിട്ട് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് തേങ്ങയും കൂടി അതിട്ടതേ ഉള്ളൂ. എന്നിട്ട് അതിനെ മിക്സ് ചെയ്തു. കുറച്ച് വെളിച്ചെണ്ണയും കൂടി മുകളിൽ തൂവി കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതാ നമ്മുടെ പീച്ചിങ്ങ തോരൻ റെഡി. പക്ഷേ സംഭവം ഇത് 2 പേർക്ക് കഴിക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ കുറഞ്ഞു പോയി അതായിരുന്നു തോന്നി. അത് മാത്രമല്ല കുറച്ച് നേരം വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിനൊരു മധുരവും കൂടി വന്നതായിട്ട് എനിക്ക് തോന്നി. കുഴപ്പമില്ല, എന്നാലും ഒരിക്കൽ കൂടി ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ സംശയമാണ് കേട്ടോ. നിങ്ങൾ ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് ട്രൈ ചെയ്തതെന്ന് കമൻറ്റ് ചെയ്യും.